ചെങ്ങന്നൂരിലേക്ക് കൂടി പോകണം. അവിടെ SS ശരണുണ്ട്. രാവിലെ ശരൺ അവിടെ ചെന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നല്ല വെള്ളക്കെട്ടായിരുന്നു. ഒരാൾ പൊക്കത്തിലൊക്കെ പലയിടത്തും വെള്ളമുണ്ടായിരുന്നു. ശരൺ തന്നെ പകുതിയോളം വെള്ളത്തിൽ, അരക്കെട്ടോളം വെള്ളത്തിൽ മുങ്ങിയാണ് അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതാ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് അല്ലേ ശരൺ? വിനീത, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാണ്ടനാട് പഞ്ചായത്തിലെ 10-11 വാർഡുകളാണ്. ഒരു വശത്ത് 11-ാം വാർഡും മറുവശത്ത് 10-ാം വാർഡുമാണ്. ഈ 2 വാർഡുകളും പൂർണ്ണമായി മുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇത്തവണ ഈ പ്രളയക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശം ചെങ്ങന്നൂരിലെ ഏത് പ്രദേശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയുള്ള അത് ഈ പാണ്ടനാട് പഞ്ചായത്താണ്. പാണ്ടനാട് പഞ്ചായത്ത് ആകെ തന്നെ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞിരുന്നത്. നമുക്കറിയാം 2018-ൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2018-ൽ ഈ പ്രദേശം ആകെ തന്നെ മുങ്ങിപ്പോവുകയും വലിയ ദുരിതം അനുഭവിച്ച ജനതയാണ് ഇപ്പോൾ വീണ്ടും ഒരു ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വശത്ത് കാണുന്നത് പാടമാണ്. ഇതാണെങ്കിൽ റോഡാണ്, ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഉള്ളിലേക്ക് ഒരുപാട് വീടുകളുണ്ട്. ഈ വീടുകളിലേക്കൊക്കെ തന്നെ പോകാനുള്ള ഏക മാർഗമായിട്ടുള്ള റോഡാണ്. ഈ റോഡ് കാണാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഇവിടത്തെ മാത്രമല്ല, മറ്റ് പല പ്രദേശങ്ങളിലും സമാനമായ സാഹചര്യം തുടരുകയാണ്. എന്തായാലും ഇതിൽ പത്തനംതിട്ടയിൽ തന്നെ, അതായത് റാന്നി, ആറന്മുള എന്നിവിടങ്ങളിൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മഴയിൽ പെയ്യുന്ന വെള്ളമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് അപ്പർ കുട്ടനാട്ടിലേക്ക് എത്തുന്നതിന് ശേഷമാണ് പിന്നീട് അത് ലോവർ കുട്ടനാട്ടിലേക്ക് പോകുന്നത്. ഇന്നലെയൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള ഒരു സമാനമായ സാഹചര്യം. അപ്പോൾ ഇന്നലെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ. പക്ഷേ ഇന്നായപ്പോഴേക്കും കൂടുതൽ വെള്ളം കുത്തിയൊലിച്ച് എത്തുന്നതാണ് നമുക്ക് രാവിലെ കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നത്. ചേട്ടാ, ഇപ്പോൾ ആളുകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലേ? അല്ലാതെ ആളുകളെല്ലാം സേഫായിട്ട് മാറ്റിയിട്ടുണ്ട്. അകത്ത് വെള്ളം കയറിയ വീടുകളിലെ ആളുകളെ മൊത്തം നമ്മളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും ഇവിടെ അങ്ങനെ കിടപ്പ് രോഗികളെ അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക്. ചിലയിടങ്ങളിലൊക്കെ ആളുകൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ മാറാൻ തയ്യാറാകുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ബോട്ടിൽ എങ്ങനെയാണ് മാറാൻ തയ്യാറായിരുന്ന ആളുകാരെയൊക്കെ ഇന്നലെയാണെങ്കിൽ വെള്ളം കൂടിയപ്പോഴത്തേക്കിനെ അവർ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ബോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബോട്ടിലാണെങ്കിൽ സംവിധാനത്തിൽ നമ്മളാണെങ്കിൽ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം അവർ ബന്ധുവീടുകളിലൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. വിനീത, എന്തായാലും ഈ ചേച്ചിയുടെ കടയിൽ വലിയ നാശനഷ്ടം ഉണ്ടായതാണല്ലേ? മൊത്തവും പോയി. എവിടെ കട? ജംഗ്ഷനിൽ മരിയ എന്ന് പറയുന്ന ഹോട്ടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന. അത് ഇന്നലെ വെളുപ്പിനെ 3:30 അലാറം കേട്ട് എഴുന്നേറ്റ് ഒരു വെള്ളമായി. പിന്നെ ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ് എല്ലാം വെള്ളത്തിലൂടെ മൊത്തം സാധനം വെള്ളത്തിലാണ്. മൊത്തവും പോയി. ഇവിടെ വീട്ടിൽ എന്താ അവസ്ഥ? വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. ഇല്ല, കട മൊത്തം ഇനി അത് തുടങ്ങണം. മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. ഇടവിട്ടുള്ള ചെറിയ മഴ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നത്. നാളെയും എന്താകുമെന്നുള്ള വലിയ ആശങ്ക ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. നാളെയും വെള്ളം വർദ്ധിച്ചു വരുമോ, അല്ലെങ്കിൽ അതിനൊരു മാറ്റം, ഒരു പരിഹാരം, ശാശ്വതമായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടൊരു പരിഹാരമെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ ഉറ്റുനോക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ചേച്ചിയുടെ വിവരങ്ങൾ കൂടി തിരക്കി വെക്കൂ. നമുക്ക് അവർക്ക് ഈ വെള്ളക്കെട്ട് ഇറങ്ങി ഹോട്ടൽ വീണ്ടും തുടങ്ങേണ്ട സമയത്ത് സഹായം എത്തിക്കാൻ പറ്റിയെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അവരുടെ വിവരങ്ങൾ കൂടി തേടി വെക്കൂ. മറ്റു സാഹചര്യങ്ങൾ കൂടി വിശദമാക്കാം. വിനീത, അത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ കൂടി അവരെ കൂടി ഒന്ന് അറിയിച്ചിട്ട്. ചേച്ചി, ഒരു നിമിഷം. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായത് ഹോട്ടലിൽ? എത്ര രൂപയും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ സാധനവും പോയി, എല്ലാം പോയി, എല്ലാം വെള്ളത്തിൽ കിടക്കുക. നമ്മൾ ഇത് നോക്കി വെച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന സഹായം എന്തായാലും ഉണ്ടാവും. വിനീത, എന്തായാലും ഇവിടുത്തെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മൊത്തത്തിൽ ഈ പഞ്ചായത്തിൽ മാത്രമല്ല മറ്റിടങ്ങളിലടക്കം സമാനമായൊരു സാഹചര്യം തുടരുകയാണ്. ഈ രക്ഷാപ്രവർത്തകർ, വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിരുന്നതാണ്. ഇന്ന് രാവിലെ പലയിടങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ആളുകളെയൊക്കെ തന്നെ കൂടുതൽ ബോട്ട്, ആലപ്പുഴയിൽ നടക്കം കൂടുതൽ ബോട്ടുകൾ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ കനക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇവിടെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലാകെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു താലൂക്ക് കൂടിയാണ് ചെങ്ങന്നൂർ താലൂക്ക്. ഇവിടെ മാത്രം 25 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ 25 ക്യാമ്പുകളായിട്ട് 428 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ക്യാമ്പുകളുള്ള ഇടമെന്ന നിലയിൽ വലിയ ജാഗ്രത ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ശരൺ വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത്, ശ്രദ്ധിക്കുക.
നോക്കുക, ആ വീടുകളിലൊക്കെ വെള്ളം കയറിയ നില തന്നെയാണ്. രാവിലെ മുതൽ ശരൺ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ വെള്ളക്കെട്ട് കാണാം. മഴ തുടരുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി വെള്ളം പൊങ്ങും. അതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. അപ്പർ കുട്ടനാട്ടിലും ലോവർ കുട്ടനാട്ടിലും ഒക്കെ ഇതാണ് സ്ഥിതി. പാണ്ടനാട് പഞ്ചായത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട് അവിടുത്തുകാർ എന്നതാണ്.